ഇന്ന് പഞ്ച് ബ്രേക്കില് നമ്മൾ കാണിക്കാൻ പോകുന്നത് അട 1 മാസം വരെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എപ്പം വേണേലും അടപ്പായസം എടുത്തുണ്ടാക്കാം. അപ്പൊ അതിന് അട വേവിച്ച് നെയ്ക്കകത്ത് വറുത്ത് ശർക്കരപ്പാനി ചേർത്ത് വഴറ്റി ഏലക്കാപ്പൊടിയും ചേർത്ത് നമ്മൾ വെക്കാൻ പോവാണേ. അപ്പൊ എപ്പം വേണേലും നമുക്ക് എടുത്ത് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു 2 കവർ അടയാണ് നമ്മളിവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിനുള്ള വെള്ളം ഈ കപ്പിലാണ്. ഞാൻ നല്ലപോലെ വെള്ളം വേണം. അപ്പൊ വലിയ കപ്പില് ഒരു കവറിന് 4 കപ്പ് വെച്ച്, അപ്പൊ 2 കവറാണ്. ഞാനൊരു 8 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളക്കട്ടെ. തിളയ്ക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് അടയിട്ട് വേവിച്ചെടുക്കാമേ. വേണ്ടിയ സാധനങ്ങളെ, അട എപ്പോഴും കുത്തുവിളക്കിന്റെ അടയാണ് നല്ലത്. വലിയ സുന്ദരിയൊന്നുമല്ല, പക്ഷെ നല്ല കനം കുറവാണ്. അതേസമയം വേറെ അടകൾ മേടിച്ചാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും, പക്ഷെ ഭയങ്കര കട്ടിയായിരിക്കും, വേവാൻ പാടാണേ. അപ്പൊ ഇത് കുത്തുവിളക്കിന്റെ അടയാണ് ഞാൻ 2 എടുത്തേക്കുന്നത്. ഇനി ഒരു 25 ഗ്രാം ഏലക്ക എടുത്തിട്ടുണ്ട്. ഇത് പൊടിച്ച് അതിന്റെ തൊലി ഒന്ന് മാറ്റിയിട്ട് നമ്മൾ വീണ്ടും പഞ്ചസാര ഇട്ട് പൊടിച്ചെടുക്കാം. ഇതൊരു 6 ടേബിൾ സ്പൂൺ ചവ്വരിയുണ്ട്. ഇത് തിളപ്പിച്ച് വേറെ വെക്കണം. ഇനി ഇത് ഒരു കവറിന് 1/4 ശർക്കരയാണ് വേണ്ടിയത്. അപ്പൊ ഇത് 1.5 കിലോ ഉണ്ട ശർക്കരയുണ്ട്. ഇനി നെയ്യ്, ഇത്രയും സാധനമാണ് നമുക്ക് പാവ് കാച്ചാനായിട്ട് വേണ്ടിയത്. അപ്പൊ ശർക്കര പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനെ നമ്മൾ പാനി കാച്ചാനായിട്ട് പോവാണ്. വെള്ളം ഇത്രയും മതി, ഒരു 1/4 കപ്പ് എടുത്തിട്ടുള്ളത്. അതൊഴിച്ച് നമുക്ക് പാനിയാക്കാം. വെള്ളം വെട്ടിത്തിളച്ച് നമുക്ക് അതിലേക്ക് അട 2 കവർ ഇട്ട് കൊടുക്കാമേ. അട അപ്പൊ ഊറ്റിയിട്ടുണ്ട്. ഊറ്റുന്നതിനും ഒരു പരിപാടിയുണ്ട്. ആദ്യത്തെ വെള്ളം കളഞ്ഞ് പിന്നെ 3 വെള്ളം ഒഴിച്ച് കഴുകിയതിന് ശേഷമാണ് ഈ ഊറ്റിയെടുത്ത് വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ പച്ചപ്പുണ്ടാവും കേട്ടോ. ഇനി ഇതിനെ നമുക്ക് നെയ്യ് ഒഴിച്ച് വഴറ്റാം. അപ്പൊ നമുക്ക് ഇനി നെയ്യ് ഒഴിച്ച് വഴറ്റാം. ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. 2 കവർ അട നന്നായിട്ട് വഴറ്റാനായിട്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണേ, കട്ടാതെ ഇളക്കി. നമുക്ക് ശർക്കര പാനി കാച്ചി വെച്ചത് അതിലേക്ക് അരിപ്പ വെച്ച് ഒഴിച്ചു കൊടുക്കുകയാണേ. ഇനി ഇതിൻ്റെ അകത്ത് കിടന്ന് വേണം അട നന്നായിട്ട് വഴന്ന് വരാനായിട്ട്. അതിന് ഇച്ചിരി സമയം പിടിക്കേ. ഏലക്ക ഒന്ന് പൊടിച്ച് അതിന്റെ തോല് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഏലക്കയിലേക്ക് ഞാനൊരു 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി ഇത് വെച്ച് നന്നായിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇച്ചിരി പാവമായി കഴിയുമ്പോഴത്തേനും നമുക്ക് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോഴത്തേനും അതിലേക്ക് ചേർത്ത് കൊടുക്കാം അല്ലേ. അപ്പൊ നോക്കിക്കേ, നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യൂടെ ചേർത്ത് നമ്മള് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി എടുക്കുമ്പോഴത്തേനും നമ്മുടെ പാവ് റെഡിയായി. അപ്പൊ നമ്മുടെ അട ശർക്കര പാനി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടിയപ്പോ നമ്മളിത് എടുത്ത് പശുമ്പാല് വേണ്ടിയവർക്ക് പശുമ്പാല്, അത് 3 കവർ പശുമ്പാലാണ് ഇതിന് വേണ്ടിയത്. അല്ലെങ്കിൽ 2 തേങ്ങയുടെ പിഴിഞ്ഞ പാല്, അതിന്റെ കൂടെ കണ്ടൻസ് മിൽക്ക് അതിന്റെ കൂടെ. അപ്പൊ ഇത്രയും നെയ്യ് നമ്മൾ ചേർത്തുകൊണ്ട് കുറച്ച് നെയ്ക്കകത്ത് പറങ്ങാണ്ടി വറുത്ത് ഇട്ടിരുന്നാൽ മതി. അപ്പൊ നമ്മുടെ അടപ്പായസം റെഡിയാക്കി നമുക്ക് ഓണത്തിന് എടുക്കാനായിട്ട് പറ്റും. ഇത് 1 മാസത്തോളം ഫ്രിഡ്ജിലിരുന്നോളും. നമുക്ക് വേണ്ടിയപ്പോ എടുത്ത് കുറച്ചായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം.